കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മഴ കിട്ടുന്ന ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. സോ വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് ഫ്ലാറ്റ് സ്ലാബ് വരുന്ന ഏത് കേസിലാണെന്നുണ്ടെങ്കിലും വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ലീക്കുള്ള സ്ലാബിൻ്റെ ലീക്ക് അടയ്ക്കൽ മാത്രമല്ല, ഇനി ലീക്ക് വരാനുള്ള ഒരു ചാൻസിനെ കൂടി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ലെയറാണ് ഈ വാട്ടർ പ്രൂഫിംഗ് ലെയറായിട്ട് വരുന്നത്. സോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എവിടെയൊക്കെ ഫ്ലാറ്റ് സ്ലാബ് വരുന്ന ഡിസൈൻസ് വരുന്നുണ്ടോ അതേപോലെ തന്നെ ആ സ്ലാബിലോട്ട് മാത്രമല്ല വാട്ടർ പ്രൂഫിംഗ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന് ചുറ്റും വരുന്ന കേർബ്സ് അല്ലെങ്കിൽ പാരപ്പറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ആ പാരപ്പറ്റിലോട്ട് കൊണ്ട് കയറ്റിയിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് അപ്ലൈ ചെയ്യുക. അതിന് മുകളിൽ സ്ക്രീഡ് അപ്ലൈ ചെയ്ത് പ്രോപ്പർ സ്ലോപ്പ് കൊടുക്കുക. അത് ഫ്ലാറ്റ് സ്ലാബിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത്. പ്രോപ്പറായിട്ടുള്ള സ്ലോപ്പ് കൊടുത്തിട്ട് അതിന് പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ത്രൂ ആ വെള്ളത്തിനെ ആ സ്ലാബിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ പ്രൂഫിംഗ് നോർമലി ചെയ്യുന്ന സമയത്ത് ഒരു 10 years വരെയൊക്കെയാണ് കമ്പനികൾ ഗ്യാരണ്ടി കൊടുക്കുക. അതായത് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. സോ അതിന് ഒരിക്കലും ലൈഫ് ടൈം ഗ്യാരണ്ടി ഒരു കമ്പനിയും കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്ത സ്ലാബാണ്, അതിനുശേഷം നമ്മൾ പ്രോപ്പർ ഡ്രെയിനേജും എൻഷുർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ലൈഫ് നമുക്ക് അതിനേക്കാൾ ഏറെ കൊല്ലങ്ങളോളം കിട്ടും. അതേസമയത്ത് പ്രോപ്പർ ഡ്രെയിനേജ് ഇല്ല, വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ലൈഫ് മാക്സിമം കുറയാനുള്ള ചാൻസ് ഉണ്ട്.